വയനാടും ചേലക്കരയും നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇരു മണ്ഡലങ്ങളിലും ഇന്ന് നിശബ്ദ പ്രചാരണമായിരുന്നു. ബഹളങ്ങളില്ലാതെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള നീക്കത്തിലായിരുന്നു സ്ഥാനാർത്ഥികൾ. ബൂത്ത് തലത്തിലുള്ള സ്ക്വാഡ് വർക്കുകളും ഉണ്ടായിരുന്നു. പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചകളായിരുന്നു സ്ഥാനാർത്ഥികളുടെ ഇന്നത്തെ പ്രധാന പരിപാടി. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം രാവിലെ ആരംഭിക്കും. ചെറുതുരുത്തി സ്കൂളിൽ നിന്നാണ് വോട്ടിംഗ് യന്ത്രങ്ങളടക്കം വിതരണം ചെയ്യുക. 7 മണിയോടെ പോളിംഗ് ആരംഭിക്കും. വഖഫ് ഭൂമി കൈവശം വെക്കുന്നത് കുറ്റകരമാകുന്ന നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ലെന്ന് ഹൈക്കോടതി. വഖഫ് ഭൂമി കൈവശം വെച്ചുവെന്നാരോപിച്ച് രജിസ്റ്റർ ചെയ്ത കേസ് ഹൈക്കോടതി റദ്ദാക്കി. കാലിക്കറ്റ് പോസ്റ്റൽ ഡിവിഷൻ സീനിയർ സൂപ്രണ്ട്, മാരിക്കുന്ന് സബ് പോസ്റ്റൽ മാസ്റ്റർ എന്നിവർക്കെതിരായ കേസാണ് റദ്ദാക്കിയത്. കോഴിക്കോട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടികളാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഒരുമനയൂർ പഞ്ചായത്തിലെ 37 കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡിന്റെ നോട്ടീസ്. 10 ഏക്കർ സ്ഥലം തിരിച്ചുപിടിക്കാനാണ് നോട്ടീസ് നൽകിയത്. ഭൂമി വിട്ടുകൊടുക്കില്ലെന്ന് ഭൂ ഉടമകൾ വ്യക്തമാക്കി. 50-ലേറെ കുടുംബങ്ങളാണ് ഈ ഭാഗങ്ങളിൽ താമസിക്കുന്നത്. PV അൻവർ വിളിച്ച വാർത്താ സമ്മേളനത്തിനിടെ നാടകീയ രംഗങ്ങൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം മറികടന്ന് അൻവർ വാർത്താ സമ്മേളനം നടത്തി. ചട്ടലംഘനമാണെന്ന് പറയാൻ വന്ന ഉദ്യോഗസ്ഥനെ അൻവർ തിരിച്ചയച്ചു. ചട്ടം കാണിക്കാൻ അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തു. മുന്നണികൾ തുക ചെലവാക്കിയതിന്റെ കമ്മീഷൻ നടപടി എടുക്കുന്നില്ല എന്ന് പറയാനായിരുന്നു വാർത്താ സമ്മേളനം. വാപോയ കോടാലിയെ പിണറായി എന്തിനാണ് പേടിക്കുന്നതെന്നും അൻവർ ചോദിച്ചു. കായികമേള അലങ്കോലപ്പെടുത്താൻ ആസൂത്രിത നീക്കം നടന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പരാതികളില്ലാതെ മികച്ച സംഘാടനമാണ് ഒളിമ്പിക്സ് മോഡൽ കായികമേളയിൽ ഉണ്ടായത്. പരാതി ഉന്നയിച്ച സ്കൂളുകളോട് ഗൗരവമായി വിഷയം പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയതാണ്. എന്നിട്ടും സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ മുന്നിട്ട് നിന്നത് അധ്യാപകരാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഇത് ഗൗരവത്തോടെ കാണുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. എല്ലാ വർഷവും ഒളിമ്പിക് മോഡൽ കായികമേള നടത്തുമെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. സീപ്ലെയിനിൽ സംസ്ഥാന സർക്കാരിനെ പരിഹസിച്ച PK കുഞ്ഞാലിക്കുട്ടി. സീപ്ലെയിനിൽ ഇടത് സർക്കാർ മേനി പറയുന്നത് കേട്ടാൽ ചിരിയാണ് വരുന്നതെന്ന് കുഞ്ഞാലിക്കുട്ടി പരിഹസിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ 2012-ൽ പദ്ധതി കൊണ്ടുവന്നപ്പോൾ മീൻ കുഞ്ഞുങ്ങൾ ചത്തുപോകുമെന്ന് പറഞ്ഞ് പദ്ധതിയെ എതിർത്തവരാണ് CPM-കാർ. പിലോപ്പിയ മീൻ കുഞ്ഞുങ്ങൾ ചത്തുപോകുമെന്നായിരുന്നു വാദം. എന്തേ ഇപ്പോൾ മീൻ കുഞ്ഞുങ്ങളെ മാറ്റിപ്പാർപ്പിച്ചോ എന്നും കുഞ്ഞാലിക്കുട്ടി പരിഹസിച്ചു. സീപ്ലെയിൻ പദ്ധതി സംബന്ധിച്ച് വിയോജിപ്പുണ്ടെങ്കിൽ അടിച്ചേൽപ്പിക്കില്ലെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. UDF-ന്റെ സീപ്ലെയിൻ പദ്ധതി ജനാധിപത്യ വിരുദ്ധ, തൊഴിലാളി വിരുദ്ധ പദ്ധതിയായിരുന്നു. LDF സർക്കാരിന്റേത് ജനകീയ സീപ്ലെയിനാണ്. മത്സ്യത്തൊഴിലാളികളെ ബാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ADM ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയും കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയുമായ PP ദിവ്യ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തന്നെയും തന്റെ കുടുംബത്തെയും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും അപമാനിക്കുന്നതായി വസ്തുതാവിരുദ്ധമായ വ്യാജ വാർത്തകൾ കെട്ടിച്ചമച്ചവർക്കും വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയവയിലൂടെ അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദിവ്യ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖിന്റെ താൽക്കാലിക ജാമ്യം തുടരും. തൊണ്ടവേദനയായതിനാൽ കേസിലെ വാദം അടുത്തയാഴ്ചയ്ക്ക് മാറ്റണമെന്ന സിദ്ദിഖിന്റെ അഭിഭാഷകന്റെ വാദം അംഗീകരിച്ച ബെഞ്ച് മുൻകൂർ ജാമ്യാപേക്ഷ അടുത്തയാഴ്ച പരിഗണിക്കാനായി മാറ്റുകയായിരുന്നു. സിദ്ദിഖിന് ജാമ്യം അനുവദിക്കരുതെന്നും അദ്ദേഹം അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും കേരള സർക്കാർ കോടതിയിൽ ആവർത്തിച്ചു. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയുന്നതിൽ തെറ്റില്ലെന്നും ബോധപൂർവം ചട്ടങ്ങൾ ലംഘിച്ചിട്ടില്ലെന്നും N പ്രശാന്ത്. കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന പ്രശാന്തിനെ കഴിഞ്ഞ ദിവസം സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു. ഉന്നതി CEO ആയിരിക്കെ താൻ ഫയൽ മുക്കിയെന്ന ആരോപണത്തിന് പിന്നിൽ ധന അഡീഷണൽ ചീഫ് സെക്രട്ടറി A ജയതിലകാണെന്ന് ആരോപിച്ച് പ്രശാന്ത് സമൂഹ മാധ്യമങ്ങൾ നടത്തിയ രൂക്ഷ വിമർശനമാണ് സസ്പെൻഷന് ഇടയാക്കിയത്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ 1ാം പ്രതി അജ്മലിന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. എന്നാൽ കേസിൽ മനഃപൂർവ്വമുള്ള നരഹത്യാ കുറ്റം നിലനിൽക്കില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. കേസിലെ 2ാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിക്ക് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നേരത്തെ ജാമ്യം നൽകിയിരുന്നു. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന AT പത്മ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മുംബൈയിലെ മകളുടെ വസതിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ കോഴിക്കോട് നടക്കും. ജനിച്ചത് കണ്ണൂരിലാണെങ്കിലും കോഴിക്കോടായിരുന്നു ATM പത്മയുടെ പൊതുപ്രവർത്തന തട്ടകം. ലോ കോളേജിൽ പഠിക്കുമ്പോൾ KSUവിലൂടെയാണ് MD പത്മ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയം തിളച്ചുമറിയുന്ന കാലത്ത് KSU ഉപാധ്യക്ഷയായിരുന്നു. സംസ്ഥാനത്ത് 3 ദിവസം മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നവംബർ 13 മുതൽ 15 വരെ കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകുമെന്നാണ് പ്രവചനം. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി.
നടൻ ഷാറൂഖ് ഖാനെ വധിക്കുമെന്ന് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഛത്തീസ്ഗഡിൽ നിന്നുള്ള അഭിഭാഷകൻ അറസ്റ്റിൽ. ഫൈസൻ ഖാനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞയാഴ്ച ബാന്ദ്ര പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ഫോണിലാണ് ഭീഷണി സന്ദേശം എത്തിയത്. 50 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ഷാറൂഖിനെ വധിക്കുമെന്നായിരുന്നു ഭീഷണി. യുഎസിന്റെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാരിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി മൈക്കിൾ വോൾട്സ്. ആർമി നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹം യുഎസ് സെനറ്റിലെ ഇന്ത്യ കോക്കസ് സമിതിയുടെ തലവനുമാണ്. ട്രംപിന്റെ കടുത്ത അനുയായിയാണ് ഈസ്റ്റ് സെൻട്രൽ ഫ്ലോറിഡയിൽ നിന്ന് 3 വട്ടം വിജയിച്ചിട്ടുള്ള ഈ റിപ്പബ്ലിക്കൻ അംഗം. ലോകകപ്പ് യോഗ്യതയ്ക്ക് കടുത്ത മത്സരത്തിനൊരുങ്ങി കുവൈത്ത്. യോഗ്യതാ റൗണ്ട് 3-ാം ഘട്ടത്തിലെ ആദ്യ റൗണ്ടിലെ അവസാന മത്സരത്തിൽ കുവൈത്ത് വ്യാഴാഴ്ച ദക്ഷിണ കൊറിയയെ നേരിടും. ജാബിർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5-നാണ് മത്സരം.